പതിവില്ലാത്ത ദിവസം അപ്പം ഉണ്ടാക്കിയത് കണ്ട് ഞാൻ ആലോചിക്കുമായിരുന്നു, അമ്മ എന്താണ് ഇപ്പൊ ഇതുണ്ടാക്കാൻ കാര്യം? പതിവില്ലാത്ത ദിവസം അപ്പം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മധുരയില്ലാത്ത അപ്പാട്ടോ. ഞാനിത് നോക്കിയതാ, തേങ്ങയുടെ പൊരിപ്പിലാട്ടോ, വേറെയൊന്നുമല്ല, കരടൊന്നുമല്ല. അത് മാവ് ഇരുന്നത് കൊണ്ട് കണ്ടമാനം പുളിച്ചു പോവാതിരിക്കാൻ സ്വല്പം അരി, തേങ്ങ, ചോറ് ആ മാവും കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് അരച്ചേച്ച് വെച്ചത്. അപ്പോൾ പൊങ്ങിപ്പോൾ അങ്ങ് ചുട്ടു വെച്ചിരുന്നു. മധുരയില്ല, മധുര അധികം ഇങ്ങനെ എപ്പോഴും കഴിക്കണ്ടല്ലോ എന്നോർത്താ അവർ വന്നപ്പോൾ ഇത് മേടിച്ചതാണ്, വട്ടയപ്പം ചുടാൻ വേണ്ടി. നമ്മളവിടെ പോയി ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് ഈ പുളിമാവ് എന്ന് പറഞ്ഞാൽ എന്താന്ന്. അരി, തേങ്ങ, ചോറ് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ കള്ളാണ് നമ്മൾ ഒഴിക്കണം. എന്നിട്ട് ഒഴിച്ചു വെക്കും. എന്നിട്ട് പൊങ്ങി വരണ എല്ലാവർക്കും അറിയാം. പൊങ്ങി വന്നു കഴിഞ്ഞ് നമ്മൾ അപ്പം ചുടും. അപ്പം ചുട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കള്ള് കസ്റ്റഡിയിൽ ഉണ്ടാവില്ല. ആ അപ്പം പുഴുങ്ങുവോ ചുടുവോ എന്നാന്നൊക്കെ വെച്ചാൽ ചെയ്യും. അത് കഴിഞ്ഞ് അതിൽ നിന്ന് ഞാനിങ്ങനെ ഒരു പാത്രത്തിൽ എടുത്ത് വെക്കുന്നുള്ളൂ. ഒരു പാത്രത്തിൽ കുറച്ച് മാവ് പകർത്തി വെച്ചും പുളിച്ചിരിക്കുന്ന മാവ്, ആ മാവ് ഫ്രിഡ്ജിലേക്ക് വെക്കുക. പുറത്തിരുന്നാൽ ചിലപ്പോൾ ഈ കിടുമ്പ് ടേസ്റ്റായി മാറും, കാറൽ പോലെയൊക്കെ വരും, തേങ്ങ ചേർന്നാലേ. എന്നിട്ട് ഈ മാവ് ഒരു 2 ദിവസം ഫ്രിഡ്ജിലിരുന്ന് വെച്ച് 3-ാം ദിവസം എങ്കിലും ഈ മാവ് ഉപയോഗിക്കാനെടുക്കണം. ഈ മാവിന് പുളിമാവെന്നാണ് പറയണത്. എന്നിട്ട് ഇത് ഒഴിച്ചേച്ച് പിന്നത്തെ പ്രാവശ്യം ചുടുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചേർക്കണമെന്ന് വെച്ചാൽ അരി, തേങ്ങ, ചോറ് എന്നൊക്കെയാന്ന് വെച്ചാൽ ചേർക്കുക ഓരോരുത്തരുടെ. എന്നിട്ട് പൊങ്ങാനായിട്ട് ഈ മാവ് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് അന്നേരം ചുടൂല്ലേ. പിന്നെ ബാലൻസ് ഉള്ള മാവ് മാറ്റിയേക്കുക. ഇതിൽ പൊങ്ങാനുള്ള അങ്ങ് ഒഴിച്ചേച്ച് ബാലൻസ് കൂടുതലുണ്ടെങ്കിൽ കളഞ്ഞേക്കുക. എന്നിട്ട് ആ പൊങ്ങി വന്ന മാവും കൊണ്ട് നമ്മൾ ഉണ്ടാക്കൂലേ, ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൽ നിന്ന് ഫ്രഷ് ആയിട്ടുള്ള മാവ് എടുത്ത് വെക്കുക. അപ്പോൾ ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പോൾ ഈ മാവ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇരുന്ന കെടുംപുളിയായി പോകും. അങ്ങനെ ഒരു 4-5 ആവർത്തി ഉണ്ടാക്കാൻ പറ്റും. അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പുളിയൊക്കെ വേറെ വയറിനൊക്കെ ചിലപ്പോൾ ഇതൊക്കെ വരും. അപ്പൊ പൊങ്ങി വന്നിരിക്കുന്ന മാവിന്ന് കുറച്ചെടുത്ത് മാറ്റി വെക്കണോണ്ടാണ് അതിന് പുളിമാവ് എന്ന് പറയുന്നത്. പുളിച്ച മാവ് അത്രേ ഉള്ളൂ. അപ്പോൾ പുളിമാവ് കൊണ്ട് ചുട്ട നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ വെളുവെളുത്ത വട്ടയപ്പാണ് കേട്ടോ.